നാട്ടിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി റിപ്പോർട്ടർ അശ്വമേധം യാത്ര തുടങ്ങി. 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും വോട്ടർമാരും പങ്കെടുക്കുന്ന അശ്വമേധം ഇന്ന് കോട്ടയത്ത് നിന്നാണ് ആരംഭിച്ചത്. 1965 മുതൽ 1987 വരെ കേരള കോൺഗ്രസിന്റെ ചിഹ്നമായിരുന്ന കുതിരയെ കണ്ടപ്പോൾ 2 കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കും അത് കൗതുകമായി. ഇനി കാണാം റിപ്പോർട്ടർ അശ്വമേധം തത്സമയം. നമ്മൾ അശ്വമേധം തുടങ്ങുകയാണ്. എല്ലാ രാഷ്ട്രീയ യുദ്ധങ്ങളിലും കുതിര ഒരു സാക്ഷിയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ത്യ കാണാൻ പോകുന്ന ഈ രാഷ്ട്രീയ പടയോട്ടത്തിൽ അശ്വമേധവുമായി എല്ലാ മണ്ഡലങ്ങളിലേക്കും റിപ്പോർട്ടർ എത്തുകയാണ്. നമസ്കാരം. നമസ്കാരം. How are you? Very fine, very fine. ഈ കുതിരയെ കാണുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഞങ്ങളുടെ പഴയ ചിഹ്നമാണ്, കേരള കോൺഗ്രസിന്റെ പഴയ ചിഹ്നമാണ്. 1967 മുതൽ 87 വരെ കേരള കോൺഗ്രസ് ചിഹ്നമാണ് അല്ലേ കുതിര? അതെ അതെ. അപ്പോൾ ഈ മണ്ഡലത്തിൽ നിന്ന് തന്നെ നമ്മൾ കുതിരയുടെ യാത്ര തുടങ്ങാം എന്നാണ് കരുതിയത്. നിങ്ങളുടെ ചിഹ്നമായിരുന്നല്ലോ. തീർച്ചയായും 87 നഷ്ടപ്പെട്ടു പോയതാണ് കുതിര. ഇനി അവർ ചോദിച്ചു ചോദിക്കട്ടെ, ഇനിയിപ്പോ 2 ചിഹ്നമായിരിക്കുമല്ലോ കൂടുതൽ താല്പര്യം. അപ്പോ ഈ 2 ചിഹ്നത്തിന് പകരം കുതിര തന്നാലോ? ലൈവ് ആയിട്ടുള്ള ചിഹ്നങ്ങൾ പാടില്ല എന്നാണ്. പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് സാധ്യതയില്ല. കോട്ടയത്തെ ഒരു സ്ഥാനാർത്ഥിയെ നമ്മൾ പരിചയപ്പെട്ടു. അത് LDF സ്ഥാനാർത്ഥിയെ തോമസ് ആഴിക്കാടനാണ്. തോമസ് ആഴിക്കാടന് എതിരിടാൻ വരുന്ന സ്ഥാനാർത്ഥി. കുതിരയെ കണ്ടിട്ട് ഒരു നൊസ്റ്റാൾജിയില്ലേ? യെസ്, കുതിര ഞങ്ങളുടെ ആദ്യത്തെ ചിഹ്നമാണ്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ 64 ആരംഭിച്ചപ്പോൾ പാർട്ടി സ്വീകരിച്ച ചിഹ്നമാണ് കുതിര ചിഹ്നം. അതെ, ഈ കറുത്ത കുതിര എന്നൊരു പ്രയോഗം ഉണ്ടല്ലോ രാഷ്ട്രീയത്തിൽ, അല്ലേ? അപ്പൊ താങ്കളാണോ അതല്ല ചാഴിക്കാടനാണോ കറുത്ത കുതിര ഈ തെരഞ്ഞെടുപ്പിൽ? അതൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. കുതിരപ്പുറത്തൊന്ന് കയറുന്നു. കേരളം അത്ര എളുപ്പമല്ല. അല്ല, അത്രേ ഉള്ളൂ. ഡ്രസ്സിന്റെ പ്രശ്നമേ ഉള്ളൂ. കോൺഫിഡൻസ് കുറവൊന്നുമില്ലല്ലോ. കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ട്. എപ്പോഴും കയറിയിട്ടുണ്ട്. അല്ല, ഊട്ടി പോയപ്പോഴല്ല. അല്ല, കുതിരപ്പുറത്ത് കയറി സവാരി ഒന്നും നടത്തിയിട്ടില്ല. പക്ഷെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി ജസ്റ്റ് കയറിയിട്ടുണ്ട്. അത്ര നല്ലൊരു ഞങ്ങളുടെ ആദ്യത്തെ ചിഹ്നമല്ലേ. അതെ, കുതിര. കുതിരപ്പുറത്ത് കയറുന്നോ? പെട്ടത് ഞാനും ജാക്കിയുമാണ് കേട്ടോ. കുതിര ഓടിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്? റൈഡ് ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ ഗംഭീരമായിരിക്കും. ലൈവിൽ കുറെ കാഴ്ച കാണാം. അപ്പോഴേ കുതിര ഓടിക്കൽ അത്ര എളുപ്പമുള്ളൊരു പണിയല്ല. കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ടോ? കുതിരപ്പുറത്ത് 1-2 തവണ കയറിയിട്ടുണ്ട്. 1-2 തവണ കയറി. ടെൻഷൻ ഉണ്ടോ കുതിരപ്പുറത്ത് കയറാൻ? ടെൻഷനൊന്നും ഇല്ല. കേട്ടെ കുതിരപ്പുറത്ത് എങ്ങനെയാ? പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടോ? അങ്ങനെയില്ല, പക്ഷെ എന്റേതായ നിലപാടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും നിർണായകമാകാൻ പോകുന്ന വിഷയം എന്തായിരിക്കും എന്നാണ് നിങ്ങളുടെ അഭിപ്രായം? രണ്ടും നമുക്കറിയാലോ. ഇപ്പൊ ഇവിടുത്തെ കോട്ടയത്തെ കാര്യം നോക്കുകയാണെങ്കിൽ രണ്ടും വലിയ വ്യത്യാസം ഇല്ല. പാർട്ടി രണ്ടാണെങ്കിലും വരുന്നത് ഒരേ വേയിലാണ്. ഞാൻ അതിൽ കൂടുതലും എടുത്തു പറയുന്നില്ല, പക്ഷെ മനസ്സിലായല്ലോ. കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ടോ? ഇല്ല, കയറിയിട്ടില്ല. കയറിയിട്ടുണ്ടോ? കുതിരപ്പുറത്ത് കയറിയിട്ടുള്ളവരാരുണ്ടോ ഈ കൂട്ടത്തിൽ? ആരുമില്ല. കുതിരപ്പുറത്ത് കയറാൻ ആഗ്രഹമുള്ളവരുണ്ടോ? ഉണ്ട്. കൈ ഉയർത്തി ഒരാൾ. കൈ ഉയർത്തി. താല്പര്യമുണ്ട്. ശരി, നമുക്ക് പിന്നീട് കയറിക്കളാം. ശരി, എങ്ങനെയാണ് ഇവിടുത്തെ ഇലക്ഷൻ ഒക്കെ? ചൂടാണോ? എല്ലാവരും ഫസ്റ്റ് വോട്ട് ചെയ്ത് എത്ര പേരുണ്ടോ? കൈ ഉയർത്തി. ആദ്യത്തെ കന്നി വോട്ട് ചെയ്യാൻ പോകുന്നവര് 1 2 3 4 5 6 എല്ലാവരും കന്നി വോട്ടാണ്. അപ്പൊ താങ്ക് യു CMS.